നിനക്ക് എന്താ സൃഷ്ടി? ശരി, എന്നാ കേട്ടോ. നീ എന്റെ അനിയന്മാരെ കണ്ടിട്ടില്ലല്ലോ. അവരെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടെ? ഞാനും അവരെ എങ്ങനെയാണെന്നും. ഞാനും എന്റെ അനിയന്മാരും തമ്മില് 2 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നിച്ചായിരിക്കും പഠിച്ചത്, പക്ഷെ മാസങ്ങൾക്ക് നീ എന്റെ അനിയന്മാരെക്കാൾ താഴെയാ. 8 മുതൽ നമ്മൾ ഒന്നിച്ചാ. ആദ്യമൊക്കെ എന്റെ ഈ അണ്ണാൻകുഞ്ഞിനെ കാണുമ്പോ എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് എപ്പോഴും നീ ഒരു കൗതുകമായി മാറി. ക്ലാസ്സിൽ ആരോടും ഒന്ന് സംസാരിക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്യാത്ത നീ അവിടെയുള്ള ചെടികളോടും പൂക്കളോടും ഓരോന്നും പറഞ്ഞു ചിരിക്കുന്നു. നിന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. ഞാൻ നിന്നോട് ആദ്യമായി വന്ന് സംസാരിച്ചത് നീ ഓർക്കുന്നുണ്ടോ? നീ ചെടികളോട് സംസാരിക്കുമ്പോ നിന്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവവും കാണാൻ ഞാൻ മാറി നിൽക്കും. അന്ന് നിന്നെ കാണാതെ ക്ലാസ്സിലേക്ക് വന്നപ്പോ നീ അവിടെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതാ കണ്ടത്. ആദ്യമായ നിന്റെ കണ്ണിൽ ഞാൻ കണ്ണീര് കണ്ട്. മാറി നിന്ന് ഞാൻ എത്ര തവണ നിന്റെ കണ്ണിലെ കൗതുകം ചുണ്ടിലെ ചിരിയും നോക്കി നിന്നിട്ടുണ്ടെന്നറിയോ? നീ ആദ്യമായി കരയുന്നത് കണ്ടപ്പോ ഞാൻ അനുഭവിച്ച ടെൻഷൻ എത്രയാന്നറിയോ നിനക്ക്? അന്നൊരുത്തൻ എന്തോ പറഞ്ഞൊന്നും പറഞ്ഞിട്ടിരുന്ന് കരയുന്നു. അതെ, അവൻ തന്നെ. സസ്പെൻഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നിന്റെ ചിരിച്ച മുഖം എന്നെ വരവേറ്റത്. അന്നു മുതൽ ഈ കൈക്കുള്ള ചേർത്ത് പിടിച്ചതാ നിന്റെ ഈ കൈ. നിന്റെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഞാൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നീ തിരിച്ചു. മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് എന്ത് വേണേ പറഞ്ഞോട്ടെ, നീ എനിക്ക് എന്റെ ഫ്രണ്ട് എന്നതിനേക്കാൾ ഉപരി എന്റെ കുഞ്ഞനിയത്തിയ. എന്റെ യാഷിനെ യദുവിനെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്റെ ജീവന പെണ്ണേ. ഈ വാതിൽ തുറന്നിട്ട് അമ്മയുടെ എവിടെ പോയിരിക്കാം? നല്ല മഴ വരുന്നുണ്ടല്ലോ. ഇതെന്താ കൂട്ടി, ഇന്നെന്താ സ്പെഷ്യൽ പാചകമൊക്കെ? ഏട്ടൻ വന്നോ? മണി പുറത്ത് കിടക്കുന്നുണ്ടല്ലോ. ഏട്ടനും വന്നു, ഏട്ടന്റെ ഫ്രണ്ടും വന്നു. ഇത് അവൾക്ക് വേണ്ടിയാ. അവളോ? അതെ, നിന്റെ ഏട്ടന്റെ ജീവന്റെ ജീവനായ സൃഷ്ടി ജയദേവ്. ഈശ്വരാ, ഇനി ഇവൻ ആ കൊച്ചിനോട് പോയി തല്ലുണ്ടാക്കുവോ? അവനുണ്ടല്ലോ അവിടെ, അപ്പൊ പിന്നെ പേടിക്കണ്ട. പാവണ്ട്, ഞങ്ങൾ അവളെ വെറുതെ തെറ്റിദ്ധരിച്ചു. അതിനെങ്ങനെ അവൻ അങ്ങനെയല്ലേ ഓരോന്നും പറഞ്ഞിരുന്ന? എന്നാലും ഇത്രയും കാലമായിട്ടൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. പോയി പരിചയപ്പെട്ടാലോ? വേണ്ട, ഇനിയിപ്പൊ അവരിറങ്ങി വന്ന് എന്നെ കണ്ടാൽ ശരിയാവൂല. മാറി നിൽക്കാം. ഇങ്ങനെ കിടന്ന് മോങ്ങാൻ വേണ്ടിയാണ് എന്നോട് പറയാൻ പറഞ്ഞ്. എന്നും ഇത് കേട്ട് ഇങ്ങനെ കിടന്ന് മോങ്ങിക്കോളൂ. ഇങ്ങനെ കിടന്ന് കരയാനാണെങ്കിൽ നീ ഇതും കേൾക്കാൻ വേണ്ടി ഒന്നും ചോദിച്ചുകൊണ്ട് വരണ്ട, കേട്ടല്ലോ? അതിനെപ്പോഴാടി ഷാവുമേ നീ ഒറ്റയ്ക്കായത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ എന്നെ. നീ വേണ്ട, വാ, ഇനി നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കാണാം. നീ അച്ഛനെ അനിയന്മാരെയും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. അവര് വന്ന് പരിചയപ്പെട്ടിട്ട് ഞാൻ കൊണ്ടാക്കാം. നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? മോളെ സൃഷ്ടി, എവിടെയാ നീ? യാഷ്, യാഷ് എവിടെ? അവനെ വിളിക്ക്. മോളെന്താ ഇങ്ങനെ പേടിക്കുന്നത്? അവനെ പേടിച്ചിട്ടാണോ നീ ഒരു വെള്ളം പോലും കുടിക്കാണ്ട് ഓളെ നോക്കുന്നത്? ഞാൻ കരുതിയത് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുന്ന. അവൻ വന്നിട്ട് എത്ര നേരമായിട്ട് ഒരു ശബ്ദം പോലും കേൾക്കാത്തോണ്ട് നിങ്ങൾ കൂട്ടായി ഉണ്ടാവും ഞാൻ കരുതി. അപ്പൊ അവൻ എപ്പോഴെത്തി? അവൻ വന്നിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാവും. നേരെ അടുക്കളയിലേക്കാ വന്ന്. നിന്റെ കൂടെ സൃഷ്ടിമോള് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നേരിട്ട് അങ്ങോട്ട് വന്നതാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ? മോളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇവനെ പോലെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് പേടിയോ? ഇവനെ പോലൊന്നും അല്ല, ആ ചെറുക്കന്മാര് രണ്ടും പാവങ്ങളാ. ദേ വരുന്നു. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? യാഷി, നിനക്കെങ്ങനെ മനസ്സിലായി ഇവളെ? അമ്മ പറഞ്ഞു കേട്ടാ സൃഷ്ടി വന്നിട്ടുണ്ടെന്ന്. എന്നാലും ഇങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ. ഇവനിനി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? വരട്ടെ, എന്തായാലും നോക്കാം. കുറച്ചു നേരമായി ഞാനൊരു ഹായ് പറഞ്ഞിട്ട്. ഒരു ഹലോ എങ്കിലും തിരിച്ചു പറഞ്ഞൂടെ?
കഴിച്ചില്ലേ? അമ്മ തനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ. അത് വേണ്ട, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ കഫേയിലേക്ക് ഇറങ്ങാം. താൻ എന്തായാലും ഞങ്ങളുടെ കഫേ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അവിടെ കയറി ഒരു കോഫിയൊക്കെ കുടിക്കാം. പിന്നെ താൻ പരിചയപ്പെടുന്ന രണ്ടുപേര് അവിടെയുണ്ട്, അവരെയും പരിചയപ്പെട്ടിട്ട് ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. നിനക്ക് കഫേയില് തിരക്കാണെങ്കിൽ നീ പോവാൻ നോക്ക് യാഷി. ഇവളെങ്ങോട്ട് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ തിരിച്ചു കൊണ്ടുവിടാനും എനിക്കറിയാം. അല്ല, നീ ഇപ്പൊ ഇവിടെ വന്നല്ലോ, അതാ ഞാൻ പറഞ്ഞു. ചേട്ടൻ ഇവളൊന്ന് പോട്ടടാ, വൈകിട്ട് ഞങ്ങൾ തരുന്നുണ്ട് നിനക്ക്. അവനെന്തായാലും കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ അവന്റെ കൂടെ പോട്ടെ മോള്. വേണ്ട, അവളെ ഞാൻ തന്നെ കൊണ്ടാക്കാം. ശരി ശരി, അതിനി ഒരു തർക്കം വേണ്ട, നീ തന്നെ കൊണ്ടുവിട്ടാ മതി. എന്നാ ശരി ആന്റി. എന്താ? അല്ല അമ്മ. ഇനി എന്നാ മോള് വരുന്നത്? ഈ നിൽക്കുന്നവൻ കൊണ്ടുവന്നില്ലെങ്കിലും മോള് ഇങ്ങോട്ട് വരണം കേട്ടോ. ഇനി ആരെങ്കിലും കൊണ്ടുവരാൻ വന്നാലും ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. എന്റെ നമ്പർ വേണമെങ്കിൽ. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, അവൾക്ക് അറിയാം ഇങ്ങോട്ട് വരാൻ. ഇവൻ ഈ വൃത്തികെട്ട സ്വഭാവം എവിടെ നിന്ന് കിട്ടിയെന്ന് ആലോചിച്ചിരിക്കുന്നു. ഇപ്പോഴൊക്കെ മനസ്സിലായി. എന്നാ ഞാൻ ഇറങ്ങാം അമ്മ. പോട്ടെ, പോയിട്ട് വരാന്ന് പറയണോ? എന്നാ ശരി, പോയിട്ട് വരാം. നമ്മുടെ കഫേയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങും കേട്ടോ. ബൈ. നമുക്ക് ഇറങ്ങാം. ഒന്നും കഴിക്കാതെ പോകും, എന്നിട്ട് പിന്നെ വരുമ്പോ കഴിക്കാമോ? എന്നാ പോയിട്ട് വാ. Later that night. എന്നാലും എന്ത് ഭംഗിയാ. ഇത് അവൻ അറിഞ്ഞ നിന്റെ ഭംഗി അങ്ങ് പോകും. എടാ അവൾ പാവാടാ, നമ്മള് വെറുതെ ആ പാവത്തിന് ഒന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ചു. എന്തായാലും എന്നെ കണ്ടപ്പോ എന്തായാലും നമ്മുടെ കണ്ണിന്റെ പേടി കളഞ്ഞു. ഞാൻ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് എനിക്കറിയാൻ പറ്റിയില്ല. നിനക്ക് എന്താ പറ്റി? അത് തന്നെ എനിക്കറിയണ്ട്. എനിക്ക് എന്ത് പറ്റാനാ? ഒന്നുമില്ല. നോക്കിക്കേ, നീ കഫേയിൽ വന്നപ്പോ തൊട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ വരാം. ചെന്ന് കേറിക്കൊട്. അനിയനാണെന്നൊന്നും അവൻ നോക്കില്ല. എന്റെ പൊന്നു പോ, ഇങ്ങനെ പേടിപ്പിക്കാതെ. ഏട്ടാ വരണം വരണം മിസ്റ്റർ യാഷിക് രാജീവ് പ്രസാദ്. എന്താ പതിവില്ലാതെ ഇങ്ങനൊക്കെ? എനിക്ക് അത് തന്നെ ചോദിക്കാനുള്ളത്. എന്താ പതിവില്ലാതെ തേനും പാലും ഒഴുക്കിയുള്ള ഈ ഏട്ടാ വിളിക്ക് പിന്നിലുള്ള ഉദ്ദേശം? പിന്നെ ഇന്ന് നീ നടത്തിയ നാടകത്തിന് പിന്നിലുള്ള ഉദ്ദേശം കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നാടകോ? നിനക്ക് എന്താ യാഷ്? ഇന്ന് നീ സൃഷ്ടി ഇവിടെ വന്നപ്പോ നടത്തിയ നാടകത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. എന്ത് നാടകം? നിന്റെ ഫ്രണ്ട് ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട്. പിന്നെ എല്ലാ വുമൻസിനെയും റെസ്പെക്ട് ചെയ്യാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിപ്പോ നിന്റെ ഫ്രണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്റെ രണ്ടനിയന്മാർക്ക് എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ചതുർത്ഥി കാണുന്നത് പോലെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരുത്തെ ഇന്ന് അവളെ കണ്ടപ്പോ ഇവിടെ എന്തായിരുന്നു? ഒരു നിമിഷത്തേക്ക് ഞാൻ ഇനി അവളെ എന്റെ ഫ്രണ്ടാണോ അതോ നിന്റെ ഫ്രണ്ടാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചു. യാഷി, നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എവിടെയാണ് പോയി കിടക്കുന്നത്? ഇവിടെ കൊണ്ടാക്കിട്ട് ഒരു പോക്കങ്ങ് പോയതല്ലേ? ഞാൻ എത്ര വട്ടം വിളിച്ചു, ഫോൺ എവിടെ കൊണ്ടിട്ടിരിക്കുകയായിരുന്നടാ?